ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ സൺഡേ നമ്മുടെ മ്യൂസിക് ഡേ ആണ്. നമ്മൾ ഏറ്റവും പ്രസിദ്ധരായ മ്യൂസീഷ്യന്മാരെയൊക്കെ ഓർക്കുന്ന ദിവസമാണ് ഇന്ന്. ജന്മദിനവുമായി ബന്ധപ്പെട്ട് ജോൺസൺ മാഷിനെയാണ് ഓർക്കുന്നത്. അതോടൊപ്പം നമ്മൾ പാട്ടുവിശേഷം, പാട്ടിൻ്റെ അസാധാരണമായ ഗുണങ്ങളെക്കുറിച്ച് ജോസഫ് സാറിലൂടെ കേൾക്കാറുണ്ട്. അപ്പോൾ ഇന്ന് പാട്ടുവിശേഷത്തിൻ്റെ അടുത്തൊരു പോർഷൻ നമുക്ക് കേൾക്കാം. നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം ജോസഫ് സാറിനെ. ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു. സൗണ്ട് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഓക്കെ. സർവീസിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുസ്ഥാനികർക്കും, പാട്ടിനെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്കും, എസ്പെഷ്യലി നമ്മുടെ നേതാവ് സാബു കേരളം സാറിനും നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പാട്ടുവിശേഷത്തിൻ്റെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കടക്കാം. ഹ്യൂമൻ ബോഡി ആൻഡ് മ്യൂസിക്. മനുഷ്യ ശരീരവും സംഗീതവുമായിട്ട് എങ്ങനെയാണ് കണക്ഷൻ, ബന്ധം എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഒരു സങ്കല്പം? മനുഷ്യൻ എന്തൊക്കെ ചേരുന്നതാണ് മനുഷ്യൻ? ആർക്കെങ്കിലും പറയാം എന്തൊക്കെ ചേരുന്നതാണ്? മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു രൂപം വേണം, നമ്മുടെ ശരീരം, അല്ലെ? ശരീരം മാത്രമായാൽ മനുഷ്യനായോ? മുരളീധരൻ സാർ മ്യൂട്ടാണ്. സർ, ശബ്ദവും ഊർജവും എല്ലാം മനസ്സുമൊക്കെ ചേർന്നതാണ് മനുഷ്യൻ. അപ്പോ നമുക്ക് ചേർന്നതാണ്, മനസ്സും വേണം. മനസ്സ് വേണം, കറക്റ്റ്. അപ്പൊ ഞാൻ പറയുന്നത് ഇത് രണ്ടും തമ്മിലുള്ള ഒരു സന്തുലിത പ്രതിഭാസമാണ്. അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരവും, നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഊർജം, അതെല്ലാം കൂടെ ഉൾപ്പെടുത്തി ആത്മാവെന്ന് പറയാം. ശരീരവും എന്താണ്, ആത്മാവും ചേർന്ന സമന്വയിക്കുന്ന, ഇത് രണ്ടും മിങ്കിൾ ചെയ്യുന്ന, സമന്വയിക്കുന്ന ഒരു പ്രതിഭാസമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നമുക്കറിയാം മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോശങ്ങൾ കൊണ്ടാണ്. സെൽസ് ആണ്, അല്ലേ? അപ്പോൾ ഈ മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്ന സെൽസിൽ കുറെ എലമെന്റ്സ് ആണുള്ളത്, മൂലകങ്ങൾ. എത്ര മൂലകങ്ങളുണ്ടെന്ന് പറയാമോ? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് 59 എലമെന്റ്സ് ആണെന്ന് പറയുക. ഈ 59 എലമെന്റ്സിന്റെ ഒരു കൂട്ടിച്ചേരലാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. അതിൽ 6 എലമെന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ 99.1 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 6 എലമെന്റ്സ് ആണ്. നമുക്ക് ഊഹിച്ച് പറയാവുന്നതാണ്. ഏതൊക്കെയാണെന്ന് പറയാമോ? അറിയാവുന്നതാണ്. നമ്മൾ കാർബൺ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ്. ഈ 6 എലമെന്റ്സ് ആണ് നമ്മുടെ ശരീരത്തിന്റെ 91.1% കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏതൊക്കെയാണ്? കാൽഷ്യം, നൈട്രജൻ, ഓക്സിജൻ, കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ്. ഇത്രയും. അപ്പോൾ മനുഷ്യ ശരീരത്തിന്റെ ഘടനയിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ മൂർത്തമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം, കേൾക്കാം, ടച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ളത്. അമൂർത്തമായിട്ടുള്ളതും ഉണ്ട്. ഇത് രണ്ടും ഉണ്ട് ശരീരത്തിൽ. ഇത് രണ്ടും കൂടെ കൂടുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആത്മാവൊക്കെ വേണമെങ്കിൽ അമൂർത്തമാണ്. ദർ ഈസ് നോ ഷേപ്പ്, നോ എന്താ പറയുക, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്കതിനെ കാണാൻ പറ്റില്ല. ഇത് രണ്ടും കൂടുന്നതാണ് മനുഷ്യ ശരീരം.
അപ്പൊ ഇത് നമ്മൾ എന്തിനാണ് പറയുന്നത്? സംഗീതത്തിന് മനുഷ്യ ശരീരത്തെ അതുപോലെ തന്നെ ആത്മാവിനെയും, ഇപ്പം നമ്മൾ പറഞ്ഞു ശരീരവും ആത്മാവുമാണെന്ന് പറഞ്ഞു, അല്ലെ ബോഡി ആൻഡ് മൈൻഡ് എന്ന് പറഞ്ഞു, ഇതിനെ രണ്ടിനെയും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കാര്യം. മ്യൂസിക് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട്സ് ഹ്യൂമൻ ബോഡി ആൻഡ് മൈൻഡ്. എല്ലാത്തിനെയും, മനുഷ്യന്റെ ഏത് അവസ്ഥയും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഫിസിക്കൽ ആൻഡ് മെന്റൽ, ശാരീരികവും മാനസികവുമായിട്ടുള്ള. മാനസികമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? നമ്മുടെ മൂഡ്, നമ്മുടെ സ്ട്രെസ് ലെവൽ, നമ്മുടെ മൂഡിനെ, മാനസിക അവസ്ഥ, ആറ്റിറ്റ്യൂഡിനെ ഒക്കെ സ്വാധീനിക്കാൻ, അത് അമൂർത്തമായ കാര്യമാണ്, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്ട്രെസ് ലെവലിനെ സ്വാധീനിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ നമ്മുടെ ബോഡി ഫങ്ഷനിൽ നമുക്ക് സ്വാധീനിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ? നമ്മൾ സാധാരണ ചിന്തിക്കുമ്പോൾ കിട്ടുന്നത്, സംഗീതം നമ്മുടെ ഏത് ബോഡി ആക്ടിവിറ്റിയെ സ്വാധീനിക്കുന്നു? മനസ്സിനെ. ബോഡി ആക്ടിവിറ്റിയെ, മനസ്സിനെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. ഫ്ലോ, മനസ്സിന്റെ ബ്ലഡ് ഫ്ലോ. ബ്ലഡ് ഫ്ലോ സിരകളെ ബാധിക്കുന്നു, നമ്മുടെ നാഡീ ഞരമ്പുകളെ ബാധിക്കുന്നു, നമ്മുടെ ഹാർട്ട് റേറ്റ്, ഹാർട്ട് ബീറ്റ്, അല്ലേ? അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലേ? അതിനെ ബാധിക്കുന്നുണ്ട് സംഗീതം. ദെൻ നമ്മുടെ പെയിനിനെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ പെയിനെ എങ്ങനെ ബാധിക്കുക? അത് അതിൻ്റെ പെർസെപ്ഷൻ, അതിനെ നമ്മൾ സ്വാംശീകരിക്കുന്നതിൻ്റെ അളവിനെ കുറയ്ക്കുകയാണ് ചെയ്യുക. പെർസീവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഡിഗ്രി ഓഫ് പെർസെപ്ഷൻ കുറയ്ക്കുന്നത് കൊണ്ടാണ് നമുക്ക് വേദന സഹനീയമായി മാറ്റുന്നത് സംഗീതം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോഡി ഫങ്ഷനെയും നമ്മുടെ മാനസിക അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫങ്ഷനെയും സംഗീതം സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, നോ ഇത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണെങ്കിലും ഞാനൊന്ന് പറയാം. റിലീസ് ഓഫ് ഹോർമോൺസ്. നമുക്ക് നമ്മുടെ ബോഡിയിൽ എത്രയോ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നു. എത്രയോ സിസ്റ്റംസ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ. എൻഡോക്രൈൻ സിസ്റ്റത്തിലാണ് നമ്മുടെ ഈ ഗ്ലാൻഡുകളെ കുറിച്ച് പഠിക്കുന്നത്. എൻഡോക്രൈൻ സിസ്റ്റം, അതിലാണ് ഗ്ലാൻഡുകളാണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയില്ലേ, ഹോർമോൺസ്. ഓക്കെ, ഈ ഹോർമോൺസ് നമ്മുടെ ബോഡി ഫങ്ഷനെ എല്ലാത്തിനെയും സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ മെറ്റാബോളിസം, നമ്മുടെ റീപ്രൊഡക്ഷൻ, നമ്മുടെ ഓവറോൾ ഹെൽത്ത്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് എന്തൊരു പ്രത്യേകതയുണ്ട്? ഒരു സിഗ്നിഫിക്കൻ്റ് റോളുണ്ട് നമ്മുടെ ഹോർമോൺസ്. ദാറ്റ് മീൻസ് എൻഡോക്രൈൻ സിസ്റ്റം, എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടിട്ടില്ലേ? അപ്പോൾ ഹോർമോൺസ് കെമിക്കൽസ് ആണ്. കെമിക്കൽസ് രാസ പദാർത്ഥമാണ്. കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ അവർ ഗ്ലാൻഡ്സ്. അത് they control and regulate the activity of certain organs or cells. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്, ഗ്ലാൻഡ്സിൽ നിന്നാണ് പുറപ്പെടുവിക്കുന്നത് ഞാൻ പറഞ്ഞു. ഹോർമോൺസ് നമുക്ക് ശരീരത്തിന് വേണ്ട മെസ്സേജസ് നൽകുകയാണ്. എങ്ങനെ? ഇത് ശരീരത്തിൽ പല ഭാഗത്തുമാണ് ഗ്ലാൻഡ്സ് ഉണ്ടോയെന്ന് അറിയാം അല്ലെ? തൈറോയ്ഡ് ഗ്ലാൻഡ്, പിന്നെ ഞാനൊരു പടം ഇട്ടിട്ടുണ്ടായിരുന്നു, സാറിന് അതൊന്ന് കാണിച്ചാൽ നല്ലതായിരിക്കും. ഗ്രോത്ത് ഹോർമോൺ, ഈസ്ട്രജൻ, തൈറോയിഡ്, ഇങ്ങനെ ഒത്തിരി ഹോർമോൺസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഫങ്ഷനെ, ഇതിൻ്റെയൊക്കെ റെഗുലേഷനെ സ്വാധീനിക്കാൻ സംഗീതത്തിന് കഴിയുന്നുണ്ട്. നമുക്കറിയാം ഡോപ്പാമിൻ എന്നുള്ള ഹോർമോണാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക സംഗീതം കേൾക്കുന്നത് കൊണ്ട് പോലും. ഓക്കെ, അപ്പോൾ അത് വേറൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്കതിലേക്ക് പോകണ്ട. ഈ സംഗീതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്താണ്? സംഗീതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയാമോ? ഏതെങ്കിലും ഒരെണ്ണം പറയൂ. സംഗീതത്തിൻ്റെ
ശ്രുതി. ഓക്കെ. പിന്നെ താളം. താളം, ഋതം, താളം, മെലഡി, ഈണം, ലയം ലയം. ലയം ഇതെല്ലാം സംഗീതത്തിന്റെ അടിസ്ഥാന താളങ്ങൾ, സോറി, അടിസ്ഥാന ഘടകങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെലഡിയാണ്. മെലഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈണം എന്ന് പറയാം. ഒരു സിംഗിൾ നോട്ട് തന്നെ പല ആവർത്തി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളെ അതിലേക്ക് ആകർഷിക്കും. ദാറ്റ് ഇസ് മെലഡി. ദെൻ ഋതം എന്ന് പറഞ്ഞാൽ നമുക്ക് ബീറ്റാണ്. ബീറ്റ്, താളത്തിൻ്റെ ഒരു കാര്യമാണ് ഋതം ചെയ്യുന്നത്. ഹാർമണി എന്ന് പറഞ്ഞാലോ, ഋതവും എന്താണ് മെലഡി, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം ഒരു ചേർച്ചയുണ്ടാകും. ദാറ്റ് ഈസ് ഹാർമണി. ഫസ്റ്റ് മെലഡി, ദെൻ ഋതം, ഹാർമോണിയം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹാർമണി, ഇതിനെല്ലാം കൊണ്ട് സമന്വയിപ്പിക്കുന്നതിനാണ്, ചേർച്ച ഉണ്ടാക്കുന്നതിനാണ് ഹാർമണി എന്ന് പറയുക. ദെൻ ദർ ഷുഡ് ബി എ സ്ട്രക്ചർ, അതിന് ഫോം എന്ന് പറയും. അപ്പോൾ മെലഡി, ഋതം, ഹാർമണി ആൻഡ് ഫോം, ഇത്രയാണ് സംഗീതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ നമുക്ക് പറയാം. ഒത്തിരി ഘടകങ്ങളുണ്ട് അതിൽ. അപ്പോൾ ഈ അടിസ്ഥാന ഘടകങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ അടിസ്ഥാന ഘടകങ്ങൾ മനുഷ്യ ശരീരത്തിന്റെ ആന്തരിക ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യ ശരീരത്തിന്റെ ആന്തരിക ഘടകങ്ങളുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇന്ന് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം. ശരീരത്തിൽ നമുക്ക് ഗോചരമല്ല, ഞാൻ പറഞ്ഞു കോൺക്രീറ്റ് ആയിട്ടും അബ്സ്ട്രാക്റ്റ് ആയിട്ടും ഉള്ള കാര്യങ്ങളുണ്ട്. ശരീരത്തിൽ നമുക്ക് ഗോചരമല്ലാത്ത ധാരാളം സൂക്ഷ്മ ഘടകങ്ങളുണ്ട്. മൈന്യൂട്ട് ഫാക്ടേഴ്സ്, സൂക്ഷ്മ ഘടകങ്ങൾ, അല്ലെങ്കിൽ അമൂർത്ത ഘടകങ്ങൾ. ഇതൊക്കെയാണ് ശരീരത്തിന്റെ സംവേദനം നിയന്ത്രിക്കുകയാണ് ഇതിൻ്റെയൊക്കെ പരിപാടി. നെർവസ് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നെർവസ് സിസ്റ്റം അല്ലേ, നെർവസ് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നെർവ്സ്. ഇപ്പം ഈ നമ്മുടെ ശരീരത്തിൽ പലയിടത്തും നെർവ് സെന്റേഴ്സ് ഉണ്ട്. എന്താണ് ഈ നെർവ് സെന്റേഴ്സിന്റെ പ്രത്യേകത? ചില പ്രത്യേക ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി ആ കോശങ്ങൾ അവിടെ ഒരുമിച്ച് നിൽക്കുകയാണ്. അതാണ് നെർവ് സെന്റേഴ്സ് എന്ന് പറയുക. നെർവ് സെന്റേഴ്സ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചക്രാസ്. ചക്രാസിനെ കുറിച്ചൊക്കെ ഇവിടെ പണ്ഡിതന്മാർ തന്നെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. എത്രയാണ്? 7 ചക്രങ്ങളാണ്. ചക്രാസ് എന്ന് പറയുന്നത് ഊർജ കേന്ദ്രങ്ങൾ എന്നാണ് പറയുക. ഊർജ കേന്ദ്രങ്ങൾ അല്ലേ, എനർജി സെന്റേഴ്സ്. നാഡികളിൽ എന്ന് പറയുമ്പോൾ എനർജി ചാനൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞു സൂക്ഷ്മ ഘടകങ്ങൾ. ഇത് 3 കൂടിയാണ് പ്രവർത്തിക്കുക. നമ്മുടെ സംവേദന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഘടകങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? നാഡികൾ, നെർവ്സ്, അത് എനർജി ചാനൽസ് ആണ്. ദെൻ ചക്രാസ്, ഊർജ കേന്ദ്രങ്ങളാണ്. പിന്നെ സൂക്ഷ്മ ഘടകങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ എന്തൊക്കെ വരാം? നമ്മുടെ ചിന്തകൾ വരാം, പിന്നെ വികാരങ്ങൾ വരാം, ഇമോഷൻസ്. ഇതൊക്കെ അമൂർത്തമാണ് അല്ലേ, വിച്ച് ഈസ് അബ്സ്ട്രാക്റ്റ്, അമൂർത്തമായിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം കൂടി ആണ് നമ്മുടെ സംവേദനം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ, ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ, ഒരു ഹ്യൂമൻ മെഷീൻ എന്ന് വേണേൽ പറയാം അല്ലേ. ഒരു മെഷീനാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഫങ്ഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ സങ്കല്പിക്കാം. ഹ്യൂമൻ ബോഡി ക്യാൻ ബി കമ്പയർഡ് ടു എ മെഷീൻ. അപ്പോൾ 7 ചക്രാസ് ഏതൊക്കെയാണെന്ന് ആര് പറയും? രാജു സാർ പറയാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഊർജ കേന്ദ്രങ്ങളാണ് നമ്മുടെ ഊർജ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. മൂലാധാര ചക്ര. ഫസ്റ്റ് വൺ, അത് ഫ്രം ദി ബോട്ടം ആണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മൂലാധാര ചക്ര, ദെൻ മണിപൂര അല്ലെങ്കിൽ മണിപൂരക എന്ന് പറയാറുണ്ട്. ദെൻ അനാഹത ചക്ര, വിശുദ്ധി ചക്ര, ആജ്ഞാചക്ര, സഹസ്രാര ചക്ര. ഇങ്ങനെ 7 ചക്രങ്ങളാണെന്നും നമുക്ക് അറിയാം. നമ്മുടെ എനർജിയെ സംഭരിച്ച് വേണ്ട രീതിയിൽ തരുന്ന. അപ്പോൾ ഇതിനെയൊക്കെ സ്വാധീനിക്കാൻ
സംഗീത ശ്രവണത്തിന് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു വരുന്നത്. ഇപ്പം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫങ്ഷൻസ്, നമ്മുടെ സിസ്റ്റംസ് ഉണ്ടല്ലോ, റെസ്പിറേറ്ററി, ഡൈജസ്റ്റീവ്, സർക്കുലേറ്ററി, നെർവസ്, എൻഡോക്രൈൻ, ഇതിനെല്ലാം സംഗീതത്തിന് അതിൻ്റെതായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ സാധിക്കും. ഓക്കെ, ഈ ചക്രാസുമായി സംഗീതത്തിലെ 72,000-ലേറെയുള്ള സ്വരസഞ്ചാരങ്ങൾക്കും 72,000+ സ്വരസഞ്ചാരങ്ങളുണ്ട്. നമുക്കറിയാം എത്ര മേളകർത്ത രാഗങ്ങളാണുള്ളത്. നമ്മൾ പല ആവർത്തി ഇവിടെ സംസാരിച്ചിട്ടുള്ളതാണ്. രാഗങ്ങൾ, മേളകർത്ത രാഗങ്ങൾ, മെയിൻ രാഗങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? 64 കുറച്ചുകൂടെ 72. ആ നമ്പർ ഓർത്തിരിക്കുന്നത്. 72 മേളകർത്ത രാഗങ്ങളാണ് ഉള്ളത്. ഈ 72 മേളകർത്ത രാഗങ്ങൾക്കും ഈ സപ്തസ്വരങ്ങൾ, അത് അറിയാം, 7 അല്ലേ, സരിഗമ പദനി എന്നുള്ളത്. 72 മേളകർത്ത രാഗങ്ങൾക്കും സപ്തസ്വരങ്ങൾക്കും ഈ 72,000-ൽ പരമുള്ള സ്വരസഞ്ചാരങ്ങൾക്കും സംഗീതത്തിലെ ഈ കാര്യങ്ങൾക്ക് നമ്മുടെ ബോഡി ഫങ്ഷനുമായിട്ട് ബന്ധമുണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതൊക്കെയായിരുന്നു 72,000-ൽ പരം വരുന്ന സ്വരസഞ്ചാരങ്ങൾ. 7 സപ്തസ്വരങ്ങൾ, 7 സ്വരങ്ങൾ, 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം എന്ന് പറഞ്ഞ പോലെ. പിന്നെ 72 മേളകർത്ത രാഗങ്ങൾ, ഇതൊക്കെ കണക്റ്റഡ് ആണെന്നുള്ളതാണ്. ഓക്കെ, ബ്രെയിൻ റീജൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട് സംഗീതത്തിൻ്റെ. അപ്പോൾ നമ്മളത് നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. ലിംബിക് സിസ്റ്റം, ഓഡിറ്ററി സിസ്റ്റം, ഓഡിറ്ററി കോർട്ടെക്സ്, മോട്ടോർ കോർട്ടെക്സ് നമ്മളെ ചലിപ്പിക്കുന്നത് അല്ലേ. ഇനി സെറിബെല്ലത്തിൻ്റെ എന്തൊക്കെയാണ്? കോർഡിനേറ്റിംഗ് മൂവ്മെൻറ്റ്, ബാലൻസ്, പൊസിഷൻ പ്ലസ് കോഗ്നേറ്റീവ് ഫങ്ഷൻസ്. ഇതിനെല്ലാം ദാറ്റ് മീൻസ് ബ്രെയിനിനെ സ്വാധീനിക്കുന്നുണ്ട് സംഗീതം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരാം എന്ന് തോന്നുന്നു. നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് മ്യൂസിക് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട്സ് ഹ്യൂമൻ ബോഡി ആൻഡ് മൈൻഡ്. നമ്മുടെ ശരീരത്തെ, മനസ്സിനെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സംഗീതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ ആന്തരിക ഘടകങ്ങളുമായി കണക്റ്റഡാണ്, ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ദെൻ നെർവ് സെൻറ്റേഴ്സ്, ചക്രാസ്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ സൂക്ഷ്മ ഘടകങ്ങൾ, ഇതെല്ലാം സംഗീതത്തിന് അനുസരിച്ച് അത് അവിടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേളകർത്ത ചില രാഗങ്ങൾ കേൾക്കുമ്പോൾ ആ ചക്ര അതിന് വേണ്ടത് മാത്രം എടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്ക് ആ പാട്ടിനോടൊരു കമ്പം, ആ ഇമ്പമുള്ളൊരു പാട്ടിനോട് കമ്പം തോന്നുന്നു. ഓക്കെ, അപ്പോൾ എത്രമാത്രം സൂക്ഷ്മമായിട്ടുള്ള ഒരു സ്വാധീനമാണ്, നമുക്ക് സങ്കല്പിക്കുന്നതിനപ്പുറം ഉള്ളൊരു സ്വാധീനമാണ് സംഗീതം മനുഷ്യ ശരീരത്തിൽ ചെലുത്തുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, സംഗീതത്തിലെ ഓരോ മേളകർത്ത രാഗവും മനുഷ്യ ശരീരത്തിലെ ഓരോ നാഡീ കേന്ദ്രത്തെ സ്വാധീനിക്കുന്നതായി കരുതപ്പെടുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ നാഡീ കേന്ദ്രത്തെ, നെർവ് സെൻറ്റേഴ്സിനെ സ്വാധീനിക്കുന്നു. ഇത് പഞ്ചേന്ദ്രിയങ്ങൾ ചെയ്യുന്നത് പോലെ, നമ്മൾ സെൻസ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ് സംഗീതത്തെ ഇത് സെൻസ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ പറയുക ഇഷ്ടമുള്ളത് അല്ലേ, അങ്ങനെ സ്വീകരിക്കാനുള്ള ശക്തി അതിനുണ്ട് എന്നുള്ളതാണ്. ഓരോ നാഡീകേന്ദ്രവും ഓരോ മേളകർത്ത രാഗത്തിൽ നിന്നും, ഓരോ നാഡീകേന്ദ്രവും ഓരോ മേളകർത്ത രാഗവുമായിട്ട് കണക്റ്റാണ്. മേളകർത്ത രാഗം, 72 മേളകർത്ത രാഗവും ഞാൻ പറഞ്ഞു. കാതിന് ഇമ്പം നൽകുന്നതും സുഖദായകവുമായ മാത്രം സ്വീകരിക്കുന്നു. അതാണ് നെർവ് സെൻറ്റർ ചെയ്യുന്നത്. കാതിന് ഇമ്പമുള്ളതും സുഖദായകവുമായിട്ടുള്ളത്, അങ്ങനെയാണ് നമ്മൾ പാട്ട് ആസ്വദിക്കുന്നത്. ഓക്കെ, ഗന്ധർവവേദം എന്നാണ് സംഗീതത്തെ പറയുക. ഗന്ധർവവേദം, അങ്ങനെയുള്ള സംഗീതത്തിന്
മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയും. അതാണ് മ്യൂസിക് തെറാപ്പിയുടെയൊക്കെ ബേസിക് പോയിന്റ്. സംഗീതത്തിന് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയും എന്നുള്ള ഒരു പോയിന്റാണ് നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ ഇന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സംഗീതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. മെലഡി, റിതം, ഹാർമണി, ദെൻ പോം, ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക ഘടകങ്ങളെ ബാധിക്കുന്നു എന്നുള്ള പോയിന്റ്. മൂർത്തമായതിനെയും അമൂർത്തമായതിനെയും സ്വാധീനിക്കുന്നു. മൂർത്തമായതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒരു ഉദാഹരണം അല്ലേ. അമൂർത്തമായതോ നമ്മുടെ ഇമോഷൻസ്, ചിന്ത, ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നു. അപ്പോൾ ഈ ഒരു ആശയം, ഈ ഒരു അറിവ് പങ്കുവെച്ചുകൊണ്ട് ആദ്യത്തെ സെഗ്മെന്റ് അവസാനിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം സംഗീതം എത്രമാത്രം മാന്ത്രിക സ്പർശമാണ് നൽകുന്നത് എന്നുള്ളത് ഓർക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ കുട്ടികൾക്ക് ഈ സംഗീതത്തിൻ്റെ വഴിയിൽ അവരെ തിരിച്ചുവിട്ടിരുന്നെങ്കിൽ, ഒരു സംഗീതോപകരണം എങ്കിലും പഠിക്കാൻ അവരെ അയച്ചിരുന്നെങ്കിൽ, അച്ചടക്കവും പരിശ്രമശീലവും പോലുള്ള നല്ല ഗുണങ്ങൾ അവരിൽ ഉണ്ടാകുകയും ഇന്ന് കാണുന്നത് പോലെയുള്ള എന്താ പറയുക, സാമൂഹ്യ വിപത്തുകളിലേക്ക് അവർ തിരിയുകയുമില്ലായിരുന്നു എന്നുള്ളൊരു പോയിന്റ് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. നമുക്ക് അറിവുള്ളവരോടൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളോടൊക്കെ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. കുട്ടികളെ നല്ല വഴിയിൽ നയിക്കാനുള്ള, വളർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് സംഗീതം എന്നുള്ളത്. ഇത്രയും പങ്കുവെച്ചതിനെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ സംഗീത സംവിധായകനായ ജോൺസൺ മാഷിനെയാണ് ഓർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് മാർച്ച് 26 അനേകം മനോഹരമായ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ജോൺസൺ മാഷിൻ്റെ ഓരോ പാട്ടുകളും അത്രമായിട്ട് പ്രാധാന്യമുള്ളതാണ്. ഷാബു സാറിലൂടെ നമുക്ക് ആ ജോൺസൺ മാഷിനെ കുറിച്ചുള്ള വിവരണം, അദ്ദേഹവും തൃശ്ശൂർ സ്വദേശിയാണ്, നെല്ലിക്കുന്നത്ത്. അദ്ദേഹത്തെക്കുറിച്ച് ഷാബു സാർ ഒന്ന് കേൾക്കാം. ഷാബു സാർ റെഡിയാണോ? കേൾക്കുന്നുണ്ടോ? ഞാൻ ഓഡിയബിൾ ആണോ? ആ, ഓക്കെ. ഇന്ന് നമ്മള് എല്ലാവർക്കും നമസ്കാരം. സാബു സാറിന്റെ ഈ ഫ്ലോറിലേക്ക് എത്തിയ എല്ലാ സംഗീത പ്രേമികളും എൻ്റെ സ്നേഹ നമസ്കാരം. ജോസഫ് ജോൺ സാറിന്റെ ദീർഘമായിട്ടുള്ള ക്ലാസ്, രാഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഏകദേശം നമുക്ക് കാരണം സംഗീതത്തിന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് ഒരുപാട് ക്ലാസ്സുകളിലൂടെ വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അതിൻ്റെ ഒരു മാസ്മരിക ശക്തി എന്നുള്ളത് വളരെ വലുതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത് ജോൺസൺ മാസ്റ്ററെയാണ്. ജോൺസൺ മാസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ സംഗീതത്തിന്റെ ദേവാങ്കണങ്ങൾ നമ്മളുടെയൊക്കെ മനസ്സിലേക്ക്, മലയാളികളുടെ മനസ്സിലേക്ക് ഒഴിച്ച ഒരു ആളെയാണ് നമുക്ക് ഓർമ്മയിൽ വരുന്നത്. എത്രയോ മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ്. അതായത് മലയാള സംഗീത ചരിത്രത്തില് ദേവരാജൻ മാസ്റ്റർ, അർജുനൻ മാസ്റ്റർ, അതുപോലെ തന്നെ ബാബുക്ക, ദക്ഷിണാമൂർത്തി സ്വാമി, കെ രാഘവൻ മാസ്റ്റർ, ഇവരുടെ എല്ലാം കാലത്തിന് ശേഷം പിന്നീട് വന്ന ഒരു തലമുറയാണ് ജോൺസൺ മാസ്റ്റർ, അതുപോലെ തന്നെ രവീന്ദ്ര മാസ്റ്റർ. അവരുടെ തലമുറ 1977, 80കളുടെ ആദ്യം മുതൽ 2000ത്തിന്റെ ആദ്യഘട്ടം വരെ ഇവരൊക്കെ സജീവമായിട്ട് മലയാള ഗാന ചലച്ചിത്ര രംഗത്തുണ്ടായിരുന്നു. അവരുടെ ഒരുപാട് സംഭാവനകൾ ജോൺസൺ മാസ്റ്റർ തൃശ്ശൂരാണ് ജനനം. തൃശ്ശൂര് സാർ പറഞ്ഞ പോലെ നെല്ലിക്കുന്ന് വളരെ അടുത്ത 3 കിലോമീറ്റർ മാത്രമേ നെല്ലിക്കുന്ന്.
ഭാഗമാണ് ഔസേപ്പച്ചനും പുല്ലൂര് ഇവരൊക്കെ അടുത്തടുത്ത് തന്നെയാണ് ഔസേപ്പച്ചനും. അപ്പൊ ഒരു കൗമാര കാലഘട്ടത്തിൽ തന്നെ സംഗീതത്തിൽ വല്ലാത്തൊരു പ്രതിബദ്ധത ഉണ്ടായിരുന്ന ആളായിരുന്നു ജോൺസൺ. അദ്ദേഹം കൗമാര കാലഘട്ടത്തിൽ തന്നെ ഏകദേശം 10ഓളം സംഗീതോപകരണങ്ങൾ സ്വന്തമായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തു. അവരുടെ ഒരു സംഗീത ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, വോയിസ് ഓഫ് തൃശൂർ എന്ന് പറയും. പ്രശസ്തമായിട്ടുള്ള തൃശ്ശൂരിന്റെ ഒരു ഗാനമേള ഗ്രൂപ്പായിരുന്നു. അതിലായിരുന്നു ഔസേപ്പച്ചൻ അതുപോലെ തന്നെ ജോൺസൺ മാസ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു സഹൃദ സംഘം ചേർന്നാണ് അതൊക്കെ ഉണ്ടാകുക. അപ്പൊ ഇവരുടെയൊക്കെ ആ ആവിർഭാവം എന്ന് പറയുന്നത് പള്ളിയിലെ ക്വയറിൽ കൂടിയാണ് ഒരു ഗായക സംഘം ആ ഒരു സംഗീതമൊക്കെ അവർക്ക് ഉള്ളിലേക്ക് കൂടുതലായിട്ട് അവർ സ്വാംശീകരിച്ചതും അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ പള്ളികളിൽ നിന്ന് ക്വയർ സംഗീതത്തിലൂടെ പിന്നീട് വോയിസ് ഓഫ് തൃശ്ശൂരിലൂടെയാണ് അദ്ദേഹം കൂടുതൽ ആളൊക്കെ അറിയുന്നത്. അങ്ങനെ പിന്നീട് ആ ഗാനമേളയില് നമ്മുടെ ഭാവഗായകൻ പി ജയചന്ദ്രൻ വരുന്നു. അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ ഓർക്കസ്ട്ര ചെയ്യുന്നത് ഇവരുടെ ഈ ഗ്രൂപ്പായിരുന്നു, വോയിസ് ഓഫ് തൃശ്ശൂരായിരുന്നു. അപ്പൊ അതുവഴിയാണ് ജയചന്ദ്രനുമായിട്ട് ഇവര് പരിചയത്തിലാവുന്നത്. അങ്ങനെ ജയചന്ദ്രനാണ് ജോൺസനെയും അതുപോലെ തന്നെ ഔസേപ്പച്ചനെയും ചെന്നൈയിലെയും ദേവരാജൻ മാസ്റ്റർ പരിചയപ്പെടുത്തിയത്. അതൊരു ചരിത്ര മുഹൂർത്തമായി. കാരണം ദേവരാജൻ ഈ ഇദ്ദേഹത്തെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദേവരാജൻ മാഷ്ക്ക് മനസ്സിലായി ദേവരാജൻ മാഷ്ക്ക് ശേഷം മലയാള സിനിമയ്ക്ക് ഈണത്തിൽ ഒരു പുതിയ യുഗം തന്നെ ഇദ്ദേഹം തുറക്കുവാൻ അന്വേഷണത്തിൽ തന്നെ മനസ്സിലായി എന്നാണ് പറയുന്നത്. 1975 മുതൽ 2011 വരെ അദ്ദേഹം ഏകദേശം 230ഓളം സിനിമ സംഗീതം നൽകി. 600ലധികം പാട്ടുകൾ അദ്ദേഹം കമ്പോസ് ചെയ്തു. പക്ഷെ ജോൺസൺ മാസ്റ്റർ ഇതൊന്നുമല്ല ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്നത്. അദ്ദേഹത്തിന്റെ BGM, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, റീ റെക്കോർഡിങ്ങിലെ ഒരു അത്ഭുത മനുഷ്യനായിരുന്നു ജോൺസൺ മാസ്റ്റർ എന്നാണ് ഒരുവിധ എല്ലാ സംവിധായകരും സമ്മതിച്ചത്. കാരണം പല ഭാവങ്ങളും നമുക്ക് അല്ലെ, ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിന്റെ റീ റെക്കോർഡിങ് എന്ന് പറയും, ആ സിനിമയുടെ ആത്മാവാണ് അതിലൂടെ സംബന്ധിച്ചത്. അപ്പൊ എല്ലാ പാട്ടുകൾ ചെയ്യുന്ന എല്ലാ സംഗീത സംവിധായകർക്കും റീ റെക്കോർഡിങ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യാൻ കഴിയണമെന്നില്ല. അതിനൊരു പ്രത്യേകമായിട്ടുള്ള എന്താ വേണ്ടത്, ഒരു കഴിവ് വേണം അല്ലെ. നമുക്ക് ഇപ്പൊ ഒരു സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ നാഗവല്ലി എന്ന് പറയുന്ന ആ ഒരു സിനിമ, എന്താ പേര് അതിന്റെ, നാഗവല്ലി എന്നുള്ള ഒരു കഥാപാത്രം അല്ലെ, മണിച്ചിത്രത്താഴ് എടുക്കുമ്പോൾ ആ ചിലങ്കയുടെ ശബ്ദം, വീണയുടെ ശബ്ദം, അല്ലെങ്കിൽ ആ വയലിന്റെ ഈ 3 ശബ്ദത്തിൽ കൂടി നാഗവല്ലിയൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ടെങ്കിൽ ജോൺസൺ മാസ്റ്റർ കഴിവും കൂടി അതിനെ നമ്മൾ കാണാതെ പോകും. അതുപോലെ തന്നെ നമ്മുടെ സേതുമാധവന്റെ ഹൃദയവികാരങ്ങൾ എത്ര മധുരമായിട്ടാണ്, എത്ര തീവ്രമായിട്ടാണ് അദ്ദേഹം. സേതുമാധവൻ എന്ന് പറയുമ്പോ മോഹൻലാലിന്റെ പ്രശസ്തമായിട്ടുള്ള ഏതാണ് ആ സിനിമ? തൂവാനത്തുമ്പികളാണ്. അല്ല, കത്തി താഴെയിടറ എന്ന് പറയില്ലേ നമ്മള്, കിരീടത്തിലെ സേതുമാധവന്റെ ആത്മസംഘർഷങ്ങളൊക്കെ ജോൺസൺ മാസ്റ്റർ എത്ര മനോഹരമായിട്ട് നമ്മളിലേക്ക് തന്നിരിക്കുന്നു. കത്തി താഴെയിടറ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു നിശബ്ദ സംഗീതം, മൗനത്തിന് പോലും പല സംഗീതത്തിന്റെ പല വെറൈറ്റികൾ ഉണ്ടെന്ന് നമുക്ക് കാണാം. മൗനത്തിൻ ഇടനാഴി ഒരു സാഗരം മെല്ലെ തുറന്നതായി. ആ മൗനം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിന് സംഗീതം വരുന്നത്. അങ്ങനെ എല്ലാ കാര്യത്തിലും, എല്ലാ പടത്തിലും, അതുപോലെ തന്നെ തൂവാനത്തുമ്പിളിലത്തെ ആ ഒരു സംഗീതം ഉണ്ട്, അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു മ്യൂസിക് ഒക്കെ ഇട്ടില്ല. ആ ക്ലാരിൻ ജയകൃഷ്ണനൊക്കെ വരുമ്പോ ആ മ്യൂസിക്, ആ പ്രണയത്തിന് എത്ര മധുരമായിട്ടുമാണ് ആ മ്യൂസിക് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. റീ റെക്കോർഡിങ്ങിന് ഞാൻ പറഞ്ഞില്ലേ, ഒരു അത്ഭുത മനുഷ്യൻ തന്നെയായിരുന്നു ആ ജോൺസൺ മാസ്റ്ററെയാണ് നമ്മൾ നമുക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ മധുരമായിട്ടുള്ള ഗാനങ്ങളാണ് നമുക്ക് പാടിയാലും തീരാത്ത അത്രയും മധുരമായിട്ടുള്ള ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് ഒരുക്കി തരുന്നത്. അനുരാഗി ഇതാ പവിഴം പോ പവിഴാതരം പോ വെള്ളി വെള്ളി മുഖപടം തെല്ലൊതുക്കി ദൂരെ ദൂരെ
വിളി തലോടി മന്ദാര ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ട് താനീ ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം നെഞ്ചിലൊതുങ്ങി നന്നായി. അങ്ങനെ അങ്ങനെ അമൃതബിന്ദു രാജഹംസമേ മഴവിൽ കുടിലിൽ മനസ്സിൻ മടിയിൽ മാന്തളിൽ മയങ്ങൂ മണിക്കൂരുന്നേ കനവായി മിഴികളെ കഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. അങ്ങനെ എത്രയോ എത്രയോ ഗാനങ്ങൾ. വിശ്വം കാക്കുന്ന നാഥ വിശ്വനായക അങ്ങനെയൊക്കെ കുറേ പാട്ടുകളുണ്ട്. എന്നിട്ടും നീ എന്നെ അറിയില്ലല്ലോ നസീമ എന്നുള്ള പടത്തിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ. ഇത് നമ്മൾ എത്ര പാട്ടുകൾ പാടിയാലും തീരില്ല, അത്രയും അറുന്നൂറിലധികം ഗാനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതോ ജന്മകൽപ്പനയിൽ എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് പാപ്പത്താറ് വെച്ചിട്ടുള്ളത്. അത് പാളങ്ങൾ എന്നുള്ളൊരു പാളങ്ങൾ എന്നുള്ള സിനിമയിൽ മനോഹരമായിട്ടുള്ള ഒരു ഗാനം. ഏതോ ജന്മകൽപ്പന ഏതോ ജന്മവിധികൾ ഇന്നും നീ വന്നു ഒരു നിമിഷം ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി കൽപ്പന ഏതോ ജന്മവീഥികളിൽ. പാടിക്കോളൂ മനോഹരമായ ഗാനം. യെസ്, ആരാണ് പാടുന്നത്? ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ ഇന്നും നീ വന്നു ഒരു നിമിഷം ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ. ഓക്കെ, ആരെങ്കിലും അടുത്തത്? അല്ലേ നമുക്കൊരു സിമ്പിൾ പാട്ടിൽ നിന്ന് തുടങ്ങാം അല്ലേ സാറേ? അതെ അതെ. സ്വർണ്ണമുഖിലെ ജാനകിയമ്മയുടെ ഒരു ക്ലാസ് ഗാനമാണ്. ജാനകിയമ്മയ്ക്ക് ജോൺസൺ മാഷ് എപ്പോഴും മകനെ പോലെയാണ് പറഞ്ഞത്. ജോൺസൺ മാഷ് നല്ല നല്ല മെലഡികൾ പാടിയിട്ട് ജാനകിയമ്മ. അതിലെ ജാനകിയമ്മ ജോൺസൺ മാഷ് ടീമിലെ ONV ജോൺസൺ ജാനകി അവർ മൂന്നും കൂടി നല്ലൊരു കോമ്പറ്റീഷൻ. ഇഷ്ടംപോലെ ഒരുപാട് പാട്ടുകൾ അതിൻ്റെ ഒരു മനോഹരമായിട്ടൊരു പാട്ട്. സ്വർണ്ണമുഖിലെ സ്വർണ്ണമുഖിലെ സ്വപ്നം കാണാറുണ്ടോ നീയും? സ്വപ്നം കാണാറുണ്ടോ? കണ്ണുനീർക്കുടം തലയിൽ വിണ്ണിൻ വീതി നടക്കുമ്പോൾ സ്വർണ്ണ ചിറകുകൾ കുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങും
സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീ സ്വപ്നം കാണാറുണ്ടോ പാടിക്കോളൂ പാടാൻ ഒരു ബുദ്ധിമുട്ടുള്ള പാട്ടുകളാണ് തോന്നുന്നത് സാറൻ പാടും സുണ്ണമുകിലേ സുണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീ സ്വപ്നം കാണാറുണ്ടോ കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണച്ചിറകുകൾ ചുരുക്കി ഒതുക്കി വസന്തരാത്രിയിൽ മയങ്ങുമ്പോൾ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ സ്വപ്നം കാണാറുണ്ടോ അടുത്ത രണ്ടുപേരും പഠിക്കും സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണച്ചിറകുകൾ ചുരുക്കി ഒതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ട്. Thank you. പിന്നെ അമ്മ ആരെങ്കിലും വേണുഗോപാൽ സാർ പഠിക്കും നോക്കാം നോക്കൂ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ കണ്ണുനീർക്കുടം തലയിലേന്തി പെണ്ണിൽ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണച്ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ വർഷസന്ധ്യ വർഷസന്ധ്യ മായിവില്ലിൻ മരണമാല്യം തീർക്കുമ്പോൾ മൂക്കവേദന എന്നെ പോലെ സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ ഓക്കെ വേറെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ ആരെങ്കിലും ഞാനൊന്ന് നോക്കാം സർ. ആ ഓക്കെ
സ്വർണമുകിലേ സ്വർണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ കണ്ണുനീർക്കുടം തലയിലേന്തി മിന്നിൻ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണ ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണമുകിലേ സ്വർണമുകിലേ സ്വപ്നം കാണാറുണ്ടോ വർഷസന്ധ്യ വർഷസന്ധ്യാമാരിവില്ലിൻ വരണമായി തീർക്കുമ്പോൾ വേദന എന്നെ പോലെ സ്വർണമുകിലേ സ്വർണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ താങ്ക് യു സർ ഓക്കെ. ഇപ്പൊ അടുത്ത പാട്ടിലേക്ക് പോകാൻ വരാനും പാടുന്നില്ലെന്ന് തോന്നുന്നു. അടുത്തത് ചന്ദനച്ചോലയിൽ. ഷാബു സാറേ അൺമ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ട് ചെയ്യും. ഈ കുഞ്ഞിമണിച്ചെപ്പിനുള്ളിൽ നിന്നുള്ളൊരു പാട്ടുണ്ടോ? കുന്നുമണി ഉണ്ടെന്ന് തോന്നുന്നില്ലല്ലോ, നോക്കട്ടെ. എല്ലാവർക്കും പാടാൻ പറ്റുന്ന കുഞ്ഞിമണിച്ചെപ്പിനുള്ളിൽ. കുഞ്ഞിമണിച്ചെപ്പ് തുറന്ന് എണ്ണി നോക്കുന്നേരം. ആ ഉണ്ട്. അത് കുന്നുമണിച്ചിപ്പു തുറന്നു. ഓക്കെ താങ്ക് യു. ഈ ഒരു പാട്ട് പറയുമ്പോൾ നമ്മള് ജോൺസൺ മാഷ് നമ്മൾ അനുസ്മരിക്കുമ്പോൾ തീർത്തും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പേരാണ് സത്യൻ അന്തിക്കാട്. അദ്ദേഹത്തിന്റെ കുടുംബപുരാണം എന്നുള്ളൊരു ചിത്രത്തിൽ തൊട്ടാണ് അവർ നമ്മൾ കേട്ടാറ്. കുടുംബപുരാണത്തിന് സംഗീതം ചെയ്തിരിക്കുന്നത് മോഹൻ സിത്താരയാണെങ്കിലും പശ്ചാത്തല സംഗീതം ചെയ്തിരിക്കുന്നത് ജോൺസൺ മാസ്റ്ററാണ്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ആരംഭം. അപ്പൊ അതിന് മുമ്പ് A.T. ഉമ്മർ, അർജുനൻ ഇവരുടെയൊക്കെ സംഗീത സഹായിയായിട്ട് ജോൺസൺ മാസ്റ്റർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവരാജൻ മാസ്റ്ററൊക്കെ. അപ്പൊ ആ സമയം തൊട്ട് സത്യൻ അന്തിക്കാടിന് ജോൺസണായിട്ട് നല്ല പരിചയം. അപ്പൊ റീ റെക്കോർഡിങ്ങിലും അതുപോലെ തന്നെ ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യുന്നതിലും ഒരു അസാധാരണമായിട്ടുള്ള ഒരു കഴിവുള്ള വ്യക്തിയായിരുന്നു ജോൺസൺ മാസ്റ്റർ. തർക്കമില്ല. അപ്പൊ അവരെല്ലാവരും ജോൺസണെയാണ്. ആ ചെറുപ്പക്കാരന് ഒരു നല്ല കഴിവുണ്ടായിരുന്നു. അങ്ങനെ ജോൺസണും നമ്മുടെ സത്യൻ അന്തിക്കാടും തൃശ്ശൂർക്കാരൻ തന്നെയാണ്. അപ്പൊ ഇവര് തമ്മിലൊരു ബന്ധം അങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ ആ സിനിമയിലെ കുടുംബപുരാണം എന്നുള്ള തന്റെ സിനിമയിലെ ആദ്യത്തെ സിനിമയിലെ പശ്ചാത്തല സംഗീതം കൊടുത്തത് ജോൺസണാണ്. അതായിരുന്നു അവരുടെ ആരംഭം. പിന്നീട് നീണ്ട 28 പടങ്ങള് സത്യൻ അന്തിക്കാടിന്റെ 28 ചിത്രങ്ങളിലും സംഗീത സംവിധാനം നിർവഹിച്ചത് ജോൺസൺ ആയിരുന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു കാര്യമാണ്. കാരണം ഒരു സംവിധായകനും കേരളത്തിൽ ഇത്ര അധികം ചിത്രങ്ങളിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ഉപയോഗിച്ച ചിത്രം 28 തുടർച്ചയായിട്ടുള്ള ഒരാൾ പോലും. പിന്നീടാണ് സത്യൻ അന്തിക്കാട് ഇളയരാജി അദ്ദേഹത്തിന്റെ ചിത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ജോൺസന്റെ അടുത്ത് അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രമായിരുന്നു. ഇനി ഞാനൊന്ന് മാറ്റട്ടെ, ഞാനൊന്ന് ഇളയരാജിയെ ഒന്ന് പരീക്ഷിച്ചാലോ. അപ്പൊ ജോൺസൺ വളരെ സന്തോഷത്തോടു കൂടിയാണ് സമ്മതം നൽകി പുതിയൊരു ആളെ. അപ്പൊ അവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി അത്രയും മധുരമായിരുന്നു. അപ്പൊ അതില് രണ്ടാമത്തെ പടമായിരുന്നു സത്യൻ അന്തിക്കാടിന്റെ ഈ ഒരു പടം, പൊന്മുട്ടയിടുന്ന താറാവ് എന്നുള്ളത്. അപ്പൊ അതില് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ONV സാറായിരുന്നു പാട്ടുകൾ എഴുതി. 2 പാട്ടുകൾ അതിൽ എഴുതി. ഒന്ന് കുഞ്ഞിമണിച്ചിപ്പ് തുറന്ന നേരം, അതിന് മറ്റൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് എഴുതി കഴിഞ്ഞ് ഈ പാട്ടിന്റെ വരികൾ ആദ്യം എഴുതി കഴിഞ്ഞിട്ട് ജോൺസൺ അത് ട്യൂൺ ചെയ്തപ്പോൾ ONVയുടെ വരികൾ നമുക്ക് ഒന്ന് മാറ്റി നിർത്താൻ പറ്റും. പക്ഷെ ഇത് എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ പശ്ചാത്തലമുള്ള ഒരു സിനിമയാണ്. ഈ പൊന്മുട്ടയിടുന്ന താറാവ് അറിയാൻ തട്ടാലും തികച്ചും ഗ്രാമീണ. അപ്പൊ ONVയുടെ വരികൾ കുറച്ച് കടുത്തതാണെന്നൊരു അഭിപ്രായം എന്റെയാണ്. പക്ഷെ ONVയുടെ അത് പറയാനുള്ള ധൈര്യം അവർക്കില്ല. അപ്പൊ ഇവര് പറഞ്ഞത്, പിറ്റേ ദിവസം ONVയെ കണ്ടപ്പോൾ ഇവർ പറഞ്ഞത്, മാസ്റ്റർ പാട്ട് ജോൺസൺ ചെയ്തു, പക്ഷെ ജോൺസൺ ട്യൂൺ ചെയ്തിട്ട് ആ പാട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നാണ്. നമുക്കൊന്ന് മാറ്റി പിടിച്ചാലാ, വേറൊരു രീതിയിൽ നമുക്കൊന്ന് പിടിച്ചാലാ.
കാരണം ഇത് തികച്ചും ഗ്രാമീണ രീതിയിലുള്ള ഒരു പശ്ചാത്തലമുള്ള ഒരു സിനിമയാണ്. അപ്പൊ ഇതുകൊണ്ട് കുറച്ചും കൂടി ലളിതമായ വാക്കുകൾ കൊണ്ട് നമുക്കൊരു പാട്ടായാലോ ഞാൻ ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞ് വാങ്ങിക്കിട്ടു. പിറ്റേ ദിവസം രാവിലെ ആള് തിരുവനന്തപുരത്ത് പാളയത്ത് ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ രാവിലെ തന്നെ സത്യനന്ദിക്കാരന്റെ റൂമിൽ 6 മണിക്ക് തന്നെ വന്നു. ഇതെങ്ങനെയുണ്ട് ഈ പാട്ട്? അപ്പൊ സത്യനന്ദിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന മാതിരി അല്ല, എന്റെ പാട്ട് ഇന്ന രീതിയിൽ വേണം എന്ന് പറഞ്ഞ അവരൊരു ഇന്നൊരു പാട്ടിനോട് ഉപമിക്കും. അത് പൊന്നരിവാൾ അമ്പിളിയില് കണ്ണെറിയുന്നോളെ എന്ന് പറഞ്ഞിട്ടുള്ള ONV തന്നെ ഒരു പാട്ടായിരുന്നു. ഇതുപോലൊരു പാട്ടാണ് നമുക്ക് വേണ്ടത്. അത് അതേ മീറ്ററിൽ തന്നെയാണ് ഈ പാട്ടും. കുഞ്ഞിമണി ചെപ്പ് തുറന്ന് അതേ മീറ്ററിലാണ്. അപ്പൊ അതേ മീറ്ററിൽ തന്നെ അദ്ദേഹം ആ പാട്ട് എഴുതി കൊടുത്തപ്പോ അത് വലിയ സത്യനന്ദിക്കാരന് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം തികച്ചും ഗ്രാമീണമായിട്ടുള്ള ലളിതമായിട്ടുള്ള വരികളിലാണ്. അങ്ങനെ അന്ന് തന്നെ അവർ രണ്ടുപേരും കൂടി ജോൺസണും സത്യനന്ദിക്കോടും കൂടി മദ്രാസിൽ പോയി രാവിലെ അവിടെ റൂം എടുത്ത് അപ്പൊ ജോൺസൺ ഇതും വെച്ച് വരികൾ എഴുതിയിട്ടായിരുന്നു അതിന് സംഗീതം തന്നെ. ONVക്ക് ഉള്ളപ്പോൾ ONVക്ക് അങ്ങനെ ഈണത്തിനൊത്ത് അത്രത് ഇഷ്ടമില്ല. അദ്ദേഹം ഒരുപാട് സലിൽ ചൗധരിയുടെ കൂടെയൊക്കെ ആദ്യം പാട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും ആ ഒരു സമ്പ്രദായം അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അതൊക്കെ മലയാളികളല്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അതിന് പ്രോത്സാഹിപ്പിക്കില്ല. അദ്ദേഹം വരികൾ എഴുതി കൊടുത്ത് അതിന് ഈണം. അപ്പൊ ജോൺസൺ ഹാർമോണിയെ പറ്റി എടുത്ത് ഇങ്ങനെ രാഗങ്ങളൊക്കെ സത്യനന്ദിക്കാട് കുളിക്കാൻ കയറി ഇപ്പൊ ഇങ്ങനെ കുളി തുടങ്ങുന്നതിന്റെ ഇടയിലാണ് ജോൺസൺ ഇങ്ങനെ മൂളുന്നത്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു ഈ ഒരു പാട്ടിന്റെ ഇന്ന് കാണുന്ന ഈ മ്യൂസിക് അദ്ദേഹം മൂളുന്നത്. കുഞ്ഞിമണി ചെപ്പ് തുറന്നു. ഉടനെ തന്നെ സത്യനന്ദിക്കാട് കുളി പകുതിയിൽ തലയിലൊക്കെ സോപ്പ് തേച്ച് വാതിൽ തുറന്ന് ജോൺസനോട് പറഞ്ഞു, ജോൺസ് ഇത് ചെയ്തോ, ഇത് മാറ്റണ്ട. അങ്ങനെ കുളിമുറിയിൽ വെച്ച് ഓക്കെ പറഞ്ഞൊരു പാട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള കുഞ്ഞിമണി ചെപ്പ് തുറന്നു. എല്ലാവർക്കും പാടാനായിട്ട് പറ്റുന്ന ഒരു മനോഹരമായ കുഞ്ഞിമണി ചെപ്പ് തുറന്ന് നോക്കും നേരം പിന്നിൽ വന്ന് കണ്ണ് പൊത്തും തോഴനെങ്ങ് പോയി. കാറ്റു വന്ന് പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. കുഞ്ഞിമണി ചെപ്പ് തുറന്നെന്നി നോക്കും നേരം പിന്നിൽ വന്ന് കണ്ണ് പൊത്തും തോഴനെങ്ങ് പോയി. ആറ്റിരമ്പിൻ പൂവുകൾ തൻ ഘോഷയാത്രയാ നല്ലൊരു താളത്തില് റിതമുള്ള ഒരു പാട്ടാണ്. പാടിക്കോളൂ. ആരാ പാടുന്ന ആദ്യം? കുന്നുമണിച്ചെപ്പു തുറന്ന് നോക്കും. ഓക്കെ, പാടിക്കോളൂ. ആരാണ് പാട്ടുകാരും? പാടും. കന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കുന്നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളൻ കാതിൽ മൂളുന്നേരം കാത്തു നിന്ന തോഴനെ ഓർത്തു പാടും പോലെ. ആറ്റിറമ്പിൻ പൂവുകൾ തൻ ഘോഷയാത്രയായി പൂത്തിറങ്ങി പൊൻവെയിലും കുങ്കുമപ്പൂനീലെ. ആവണിതൻ പേരിൽ നീ വരാത്തതെന്തേ, ഇന്നു നീ വരാത്തതെന്തേ. കന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനങ്ങു പോയി. ഓക്കെ, ബീനമാം പാടിക്കോ. ആരെയോർത്തു വേദനിപ്പൂ ചാരു ചന്ദ്രലേഖ, പോരിതൽപ്പു പോലെ നേർത്തു പോവതെന്തേ. ആരെയോർത്തു വേദനിപ്പൂ ചാരു ചന്ദ്രലേഖ, പോരിതൽപ്പു പോലെ നേർത്തു പോവതെന്തേ. എങ്കിലും നീ വീണ്ടും പൊൻകുടമായി നാളെ മുഴുതിങ്കളാകും നാളെ. കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി.
കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെ ഓർത്തു പാടും പോലെ. താങ്ക് യു സർ. ഓക്കെ, ഇനി ആരാണ് ട്രൈ ചെയ്യുന്നത്? പ്രസീതയുണ്ട്. ഞാൻ ട്രൈ ചെയ്യാം. ആ കൊള്ളു. ആറ്റിറമ്പിൻ പൂവുകൾ തൻ ഘോഷ യാത്രയായി ഭൂമിയിലെ ആറ്റിറമ്പിൻ പൂവുകൾ തൻ ഘോഷയാത്രയായി പൂത്തിറങ്ങിയിലെ ആവണിതൻ തേരിൽ നീ വരാഞ്ഞതെന്തേ, നീ വരാഞ്ഞതെന്തേ, കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി, കാറ്റു വന്നു പൊന്മുള തൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴൻ എന്നെ ഓർത്തു പാടും പോലെ. ഓക്കെ, ഇനി ആരാണ് പാടുന്നത്? ഷേർലി മാം ഉണ്ട്, സ്നേഹലത മാം ഉണ്ട്, താങ്ക് യു. റോയ് സർ. ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിൾ പാട്ടല്ലേ? അയ്യോ, പാട്ടോടെ പോയി. കുന്നുമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി, കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. കുന്നുമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. ഓക്കെ, വേറെ ആരെങ്കിലും നോക്കുന്നോ? Anybody else? ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിപ്പോ. ചന്ദനച്ചോലയിൽ കന്നിപ്പൂമാനം. ഇതോടെ സിമ്പിൾ പാട്ട്. KG മർക്കോസും ജെൻസിയും പാടിയ പാട്ടാണ്. കേൾക്കാത്ത ശബ്ദം. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എൻ്റെ മനസ്സിൽ തൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ടു നോക്കിയിരിക്കേ, എൻ്റെ മനസ്സിൽ തൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. ഓക്കെ ഷാബു സാർ പറഞ്ഞു. ഓക്കെ, കന്നിപ്പൂമാനം. ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആരുടെ മുഖം ഓർമ്മ വരുന്നത്? പറഞ്ഞോ, ഏതായാലും കുഴപ്പം. ഈ പാട്ട് കേൾക്കുമ്പോൾ ആരുടെ മുഖമാണ് നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നത്? ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ചോദിക്കാണ് ഞാൻ. മമ്മൂട്ടി. പിന്നെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, KG മർക്കോസ്. യെസ് യെസ്, അതാണ് ഞാൻ ആലോചിച്ചത്. KG മാർക്കോസ് എന്നുള്ളൊരു ഗായകനെയാണ് നമ്മള് സൗണ്ട് പോയി. അദ്ദേഹത്തിന് മലയാള സിനിമ ചലച്ചിത്ര ഗാനരംഗത്ത് അധികം ശോഭിക്കാനായിട്ടായിരുന്നു. പക്ഷേ ഒരുപാട് ഭക്തിഗാനങ്ങൾ അദ്ദേഹം, ഏറ്റവും കൂടുതൽ ഭക്തിഗാനങ്ങൾ പാടിയ ഒരു വ്യക്തി ഒരു പക്ഷേ KG മാർക്കോസ് അല്ലേ? പലരും യേശുദാസിന്റെ അനുകരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു മൂലയിൽ ഒതുക്കിയ മലയാള സിനിമ തന്നെ, ചലച്ചിത്ര സംഗീത രംഗത്ത് തന്നെ ഒരുപാട് ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായ ഒരു മനുഷ്യനാണ് KG മാർക്കോസ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ഓർക്കുന്നത് തന്നെ ഈ ഒരു പാട്ട്. ഒരു നല്ല സോളായിരുന്നു അദ്ദേഹത്തിന് ആദ്യ കാലത്തിൽ. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് വളരെ അവസരങ്ങൾ കുറഞ്ഞു. പക്ഷെ അദ്ദേഹം വളരെ സജീവമായിട്ട് തന്നെ ആൽബം, ഭക്തിഗാന രംഗത്ത് ഒരുപാട് ആയിരക്കണക്കിന് പാട്ടുകൾ പാടി മലയാള ശ്രോതാക്കളെ
ഒരുപാട് കോൺട്രിബ്യൂട്ട് നൽകി. വെള്ള ഷർട്ടും വെള്ള പാൻറ്റും താടി ഒക്കെ ആയിട്ട് ഏകദേശം യേശുദാസിന്റെ ആ രൂപത്തോട് സാദൃശ്യമുണ്ടായിരുന്നു ഗാനങ്ങൾ ആലപിക്കാനൊക്കെ. ഒരുപാട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സ്ഥലങ്ങളിൽ ഗാനമേളകൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ മുഖം ഇങ്ങനെ ഈ കന്നിപ്പൂമാനം എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖമാണ് മനോഹരമായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. കേൾക്കാത്ത ബാലേന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു കേൾക്കാത്ത ശബ്ദം എന്നുള്ളത്. കന്നിപ്പൂമാനം കണ്ണും നട്ട് ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ കൈമണിത്തന്നലായി പുൽകാൻ നീ വന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ട് ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ കൈമണിത്തന്നലായി പുൽകാൻ നീ വന്നു. വെട്ടം കിഴക്ക് പൊട്ടുകുത്തി കാന്തി പരന്നോ, കാണാത്ത തീരങ്ങൾ തേടി നടന്നപ്പോൾ മൂകാനുരാഗം കഥ പറഞ്ഞു. വാനവും മേഘവും പോലെ, ഓളവും തീരവും പോലെ, ജന്മം നീയൊരു ജന്മം ഒന്നായി ചേരാൻ നീ വന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ട് ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ കൈമണിത്തന്നലായി പുൽകാൻ നീ വന്നു. പാടിക്കോളൂ മനോഹരമായിട്ടുള്ള ഗാനം. വെട്ടം കിഴക്ക് പൊട്ടുകുത്തി കാന്തി പരന്നു, കാണാത്ത തീരങ്ങൾ തേടി നടന്നപ്പോൾ മൂകാനുരാഗം കഥ പറഞ്ഞു. വാനവും മേഘവും പോലെ, ഓളവും തീരവും പോലെ, ജന്മം ഈ ഒരു ജന്മം ഒന്നായി ചേരാൻ നീ വന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ കൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ കൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. പഠിക്കും. പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൻ കൈമണി തന്നലായി പുൽകാൻ നീ വന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ കൈമണി തന്നലായി പുൽകാൻ നീ വന്നു. വെട്ടം കിഴക്ക് പൊട്ടുകുത്തി കാന്തി പരന്നു, കാണാത്ത തീരങ്ങൾ തേടി നടന്നപ്പോൾ മൂകാനുരാഗം കഥ പറഞ്ഞു. വാനവും മേഘവും പോലെ, ഓളവും തീരവും പോലെ, ജന്മം ഈയൊരു ജന്മം ഒന്നായി ചേരാൻ നീ വന്നു. താങ്ക് യു. ഓക്കെ, ഇനി ആരോടെ? ജോർജ് സാർ, പിന്നെ ആരോടെ? റോയ് സാർ ഒക്കെ പാടും.
പിന്നെ മാം നോക്കിയോ? ഓക്കെ, അടുത്ത പാട്ട് നോക്കാം. ആടിവാ കാറ്റേ. ഷാബു സാറേ അൺമ്യൂട്ട് ചെയ്യും. ഇതും അതുപോലെ തന്നെ ONV ജോൺസൺ മാസ്റ്റർ ജാനകി കൂട്ടുകെട്ട് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ മനോഹരമായിട്ടുള്ള ഗാനമാണ് കൂടെവിടെ എന്നുള്ള മമ്മൂട്ടി റഹ്മാനൊക്കെ അഭിനയിച്ച പടത്തിലെ ശോഭനയൊക്കെ അഭിനയിച്ച കൂടെവിടെ എന്നുള്ള മനോഹരമായിട്ടുള്ള ചിത്രമാണ്, ചിത്രമാണ് കൂടെ. അതില് 2 പാട്ടുണ്ട്. അതില് 2 നല്ല പാട്ട്. ആടിവാ കാറ്റി പാടിവാ കാറ്റി 1000 പൂക്കൾ അന്തിപ്പൂവാനം പൊന്നു ഞാലാക്കും മന്ദാരപ്പൂക്കൾ കാണാ തിരുമുറിവുകൾ തൂകും കുളിരമൃത തിരുമുറിവുകളിൽ തൂകും കുളിരമൃത കരളിൽ നിറയും കലരവമായി പൂങ്കാറ്റേ ലാലാ ആടിവാ കാറ്റി പാടിവാ കാറ്റി 1000 പൂക്കൾ പാടിക്കോളൂ. ചെല്ലക്കുറിഞ്ഞി പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു. ചെല്ലക്കുറിഞ്ഞി പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു. 1000 വന്ന ജാലം ആടിപ്പാടും വേളയിൽ ആരോ പാടും താരാട്ടിൻ ഏറ്റുപാടും സ്നേഹദൂതികെ വരൂ നീ വരൂ. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ 1000 പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി കരളിൽ നിറയും കനരവമായി പൂങ്കാറ്റേ ലാലാ. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ 1000 പൂക്കൾ നുള്ളിവാ. ഓക്കെ, ആർക്കാണ് അടുത്തത്? പിന്നെ പഠിക്കും. ചെല്ലക്കുറിഞ്ഞി പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു. ചെല്ലക്കുറിഞ്ഞി പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു. 1000 വർണ്ണജാലം ആടിപ്പാടും വേളയിൽ ആരോ പാടും താരാട്ടിൻ ഈണം ഏറ്റുപാടും സ്നേഹദേവദൂതികെ വരൂ നീ വരൂ. ആടിവാ കാറ്റി പാടിവാ കാറ്റി 1000 പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂവാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാ. ഉണ്ണിക്കിനാവിൻ ചുണ്ടിൽ പൊന്നും തേനും ചാലിച്ചു. ഉണ്ണിക്കിനാവിൻ ചുണ്ടിൽ പൊന്നും തേനും ചാലിച്ചു. വേർഡ്സ് കാണാനില്ല. ഓക്കെ സർ, താങ്ക് യു. കാണാവോ? ആരുടെ ദൂതുമായി ആടും മേഘമഞ്ചലിൽ ആരെ തേടി വന്നണഞ്ഞു നീ ആടിമാസ കാറ്റ് ദേവദൂത പാടുമീ വഴി
വഴി. ആടിവാ കാറ്റി പാടിവാ കാറ്റി ആയിരം പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂവാനും പൊന്നൂഞ്ഞാലാടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റി. താങ്ക് യു. ഒരു ഷെർലി മേഡം ഉണ്ടല്ലോ, ഷെർലി മേഡം പാട്ടൊന്നും പാടുന്നില്ല. ശ്രീകുമാരി എല്ലാവരും ഒന്ന് പാടും. പഠിയ പഠിയും. കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനും പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. മുറിവുകളിൽ തൂകും കുളിരമൃതായി, തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, നിറയും കളരവവുമായി പൂങ്കാറ്റേ. ആടിവാ കാറ്റേ ആടിവാ കാറ്റേ പാടിവാ കാറ്റേ. സർ ഞാനൊന്ന് പാടി നോക്കട്ടെ. പാടൂ പാടൂ പാടൂ. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദരപ്പൂക്കൾ നുള്ളിവാ. കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ. ലാ ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. താങ്ക് യു സർ. താങ്ക് യു. പിന്നെ ഒരു മാത്യു സാർ ഉണ്ടല്ലോ, മാത്യു സാർ പാടിയിട്ടല്ലോ. രണ്ടുപേര് പാടും എല്ലാവരും. റോയ് സാർ. റോയ് സാർ, മാത്യു സാർ, സ്നേഹലത മേഡം, ഷെർലി മേഡം. ഓക്കെ, വേണുഗോപാൽ സാർ പാടും. നോക്കാം അല്ലെ. നീ ഏത് പാട്ടാ സാർ എടുക്കണ്ടേ? നീ ദൂരെ ദൂരെ സാഗരം തേടി ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നോക്കട്ടെ. ദൂരെ 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 മണിച്ചപ്പ് താനേ പോയിട്ട മോഹം, ദേവാങ്കണങ്ങൾ, പീലിക്കണ്ണെഴുതി, തൂമഞ്ഞിൽ, രാജഹംസമി, മനസ്സിൻ മടിയിൽ മാന്തളിര്. അതിട്ടോ മനസ്സിൻ മടിയിൽ മാന്തളിര്. ഓക്കെ, അതെല്ലാവർക്കും പാടാൻ പറ്റിയ പാടാം. റോയ് സാർ എന്താന്ന് പാടാതിരിക്കുന്നത്? റോയ് സാർ എന്തൊന്നും പാടാതിരിക്കുന്നത്? ഒരു പാട്ടൊക്കെ പാടാം. ഏതാണെന്ന് പറഞ്ഞാൽ മതി, ഇട്ടുതരാം. മനസ്സിൻ മടിയിലെ മാന്തളിര്. ഇപ്പം സാറ് പറഞ്ഞില്ലേ, മനസ്സിൻ മടിയിലെ മാന്തളിര്. അത് തന്നെ അടിപൊളി പാട്ട്. ഇത് നമ്മുടെ ഫാസിലിന്റെ ഒരു പടാണ്, മാനത്തെ വെള്ളിത്തേരിൽ എന്ന് പറഞ്ഞൊരു പടാണ്. അതിന്റെ മനോഹരമായിട്ടുള്ള കുഞ്ചാക്കോ ബോബൻ. പഠിക്കോ സാറ് പഠിക്കോ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കൂറുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. പകലൊളി മായുമ്പോ കുളിരല മൂടുമ്പോ, ഇരുളു വീഴും വഴി നീ തനിയെ പോകുമ്പോൾ, വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ, അങ്ങകലെ നിന്നും വീണ്ടും നീ പുണർന്നൊരു താരകം. ഓക്കെ, പറഞ്ഞു.
സാബു മനസ്സിൻ മടിയിലെ മാതളിരി മയങ്ങൂ മണിക്കൂറുന്നേ കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ മനസ്സിൻ മയങ്ങൂ മണിക്കൂറുന്നേ കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ പകലൊളിവായുമ്പോ കുളിരല മൂടുമ്പോ ഇരുളു വീഴും വഴിയിൽ തനിയെ പോകുമ്പോ വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലെ വീണ്ടും നീ പുണർന്നു താരകം മനസ്സിൻ മടിയിലെ മാതളി മയങ്ങൂ മണിക്കൂറും കനവായി വിരികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. മനോഹരമായ ഒരു താരാട്ട് പാട്ട്. എന്ത് രസം കേൾക്കാനായിട്ട്. താരാട്ടൊന്ന് പാടുവാരെങ്കിലും പാടിക്കോളൂ. ഇപ്പൊ അവസാനിക്കും. ലാസ്റ്റ് പാട്ടാണ്. 2 വരി പാടും. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ജോൺസൺ മാഷിനെ കുറിച്ച് നമ്മൾ കേട്ട വാക്കുകൾ ഷാബു സാറിലൂടെ. യെസ്. പകലൊളി മായുമ്പോ കുളിരല മൂടുമ്പോ ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോ വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലെ നിന്നു മിന്നും നീ പുണർന്നൊരീ താരകം മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ ഉറങ്ങൂ നീ ഉറങ്ങൂ. താങ്ക് യു. എല്ലാരും ഉറങ്ങി. ഓക്കെ. എന്തായാലും മനോഹരമായിരുന്നു. ഷാബു സാർ അഡ്മിറ്റ് ചെയ്യും. അത് നമ്മളെ വേണ്ടുവോളം എല്ലാരും ഉറങ്ങി പാട്ട് കേട്ട്. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കൂരുന്നേ കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. താങ്ക് യു. ഉറങ്ങൂ. താങ്ക് യു. പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് നല്ലൊരു പാട്ട് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അതും മനോഹരമായിട്ടൊരു കലയാണ്. അപ്പൊ അത് നമ്മളെ വേണ്ടുവോളം പഠിപ്പിച്ചെടുത്ത ജോൺസൺ മാസ്റ്ററാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയൊരു ജന്മം ജോൺസൺ മാസ്റ്റർക്ക് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അങ്ങ് ജോൺസൺ മാസ്റ്റർ തന്നെയായിട്ട് ജനിക്കണം എന്നാണ് മലയാളികളുടെ ഞങ്ങളുടെ എല്ലാവരുടെയും വാദം. ഏതോ ഒരു ജന്മകൽപ്പനയിൽ ഭൂമിയിലേക്ക് വന്ന പൊന്നുരുകും പാട്ടിന്റെ പൂക്കാലങ്ങളൊക്കെ ഞങ്ങൾക്ക് സമ്മാനിച്ച ദേവാങ്കണങ്ങളിലേക്ക് മടങ്ങിയ പ്രിയ ജോൺസൺ മാസ്റ്റർ ഞങ്ങളുടെ എല്ലാവരുടെയും ആദരാഞ്ജലി. എന്നും അങ്ങയെ ഞങ്ങളുടെ മനസ്സിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ദേവാങ്കണത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പാട്ടുകൾ പാടി അനശ്വരമാക്കിയ എല്ലാ ഗായകരും സാബു സാറിന് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയും. താങ്ക് യു. ദേവാങ്കണങ്ങൾ 2 വരി പാടാവോ? ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം
സായാഹ്ന സാനുവിൻ വിലോലലോലമാ അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനാ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ. ജോസഫ് സാറിനെ രണ്ടുപേരും പാടും ദേവാങ്കണങ്ങൾ. ജോസി സാറും വന്നിട്ടുണ്ട്. ജോസി സാറേ, ഏതോ ഒരു ജോൺസൺ മാഷിന്റെ ഒരു പാട്ട് പാടുന്നത് ഏതാണ്? അടിപൊളി പാട്ട് ഏതാണ്? ഞാനിപ്പേക്ക് വന്നതേ ഉള്ളു. ഏത് പാട്ട് വേണം പറയൂ. ഏതാണ്? ഏതെങ്കിലും വിട്ടോ, ഏതെങ്കിലും വെച്ചോ നോക്കാം. പഠിക്കൂ. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ തൈവണി തെന്നല പുൽകാൻ നീ വന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ തൈവണി തെന്നല പുൽകാൻ നീ വന്നു. ഓക്കെ, നമ്മള് വൈൻഡപ്പ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ആണല്ലേ? ഞാനേ ഇച്ചിരി തിരക്കായി പോയി. വേറെ ഇതൊരു ഓൺലൈൻ ഒരു കൗൺസിലിംഗ് കൂടി വന്നു, അപ്പൊ താമസിച്ചു പോയി. അപ്പൊ ജസ്റ്റ് ഒന്ന് കയറിയേക്കാന്ന് വിചാരിച്ചു. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീടലിഞ്ഞു. കനിവേകുമീ വെൺമേഘവും കണ്ണീർക്കിനാവായി മറഞ്ഞു, കണ്ണീർക്കിനാവായി മറഞ്ഞു. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. ഓക്കെ, ഇടയ്ക്കൊന്ന് താരാട്ട് പാടിയൊക്കെ ഞങ്ങൾ ഉറങ്ങാൻ തുടങ്ങിയതായിരുന്നു. ഓക്കെ, താങ്ക് യു. ഇല്ല, പാടാ എല്ലാവരും ഉണ്ട് പോയി. ഞാൻ ഈ മാസ്റ്റർ പത്തായതുകൊണ്ട് അതിന്റെ തിരക്കൂടി ഉണ്ടായിരുന്നു എന്റെ. ഞാൻ ഓഫീസിൽ തന്നെ ഇരിക്കുക. ഓക്കെ, എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്. താങ്ക് യു. സാറിന്റെ ക്ലാസ് ഇന്നാണോ നാളെയാണോ സാബു സാറിന്റെ ക്ലാസ്? നാളെ. ഓക്കെ, താങ്ക് യു സർ. നാളെ. ഓക്കെ, അപ്പൊ ഓക്കെ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ. Good night. Good night. Good night to all. Good night. Good night. Good night all.